വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വിഷുവിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ പൂരത്തിന് പോകാൻ പോവാം. കൊല്ലം പൂരം തിരക്ക്. അവിടെ വണ്ടി പോലും ഒതുക്കാൻ സ്ഥലമില്ല. അമ്മ മോളും അടി വിടുന്നത്. അപ്പം എന്താ പറയണമെന്നാണല്ലേ. 7 മണി കഴിഞ്ഞ് നമ്മൾ പോവാൻ. അപ്പോൾ 7 മണി കഴിഞ്ഞ് ഇനി പോവാൻ പോവുക. അപ്പം നമുക്ക് ബാക്കി കാണാം. ഓക്കെ, എല്ലാവരെയും വിഷു എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയണം. ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. വിഷു കണ്ടിട്ട് അമ്പലത്തിൽ പോയി കിടന്നുറങ്ങി വന്നിട്ട് അമ്മുക്കുട്ടി ജോലിക്ക് പോയിട്ട് വന്ന് ബാഗ് വെച്ചിട്ടിങ്ങ് ഇറങ്ങി. ഫ്രഷൊന്നും ആയില്ല. അവൾക്കിനി ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോൾ താമസിക്കും. അമ്മോ നോക്ക്, ബിസിയാ. അവിടുന്ന് വന്നാലും ബിസി, ഇവിടെ അല്ലാതെ ഇരുന്നാലും ബിസി. ഇത്ര ബിസി എന്തുവാന്നൊന്നും അറിയത്തില്ല. ഗൈസ്, അമ്മൂനെ ടീഷർട്ടാ കണ്ടോ? ൂരിട്ട് നീ പോയാ ഡ്രസ്സും കൊടുക്കണോ കണ്ട ഈ അമ്മുക്കുട്ടിയുടെ സ്വഭാവം ഇതാ. ഇങ്ങനെ അമ്മുക്കുട്ടി എന്റെ അടുത്ത് അകത്ത് അപ്പൊ താണ്ട അമ്മ വണ്ടി തിരിക്കുന്നു പോവാനായിട്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നിന്നൊന്നും ബ്ലോക്ക് ഇല്ലായിരുന്നു. നമ്മളുടെ ആശ്രമം എത്തിയപ്പോ ഭയങ്കര ബ്ലോക്കായിരുന്നു. നമ്മൾ ബ്ലോക്കിൽ പെട്ടു. ആശ്രമത്ത് ഫുൾ ബ്ലോക്കായി. വണ്ടി ഇടാനൊന്നും സ്ഥലമില്ല. എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഏതാ കണ്ടോ ബ്ലോക്ക്? ആശ്രാമത്തെ നായേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അവിടുന്നാണ് ബ്ലോക്ക് തുടങ്ങുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും വഴിയില്ല. ഇവിടെ സൈഡിലെല്ലാം ഒരു തുമ്മിണി സ്ഥലത്ത് വരെ വണ്ടി കയറ്റി വെച്ചേക്കോ, 2 വീലേഴ്സ്. ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ദാണ്ട വണ്ടി ഒതുക്കാൻ സ്ഥലമില്ലാത്തതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. ചുമ്മാതാ നമ്മൾ വണ്ടി ഒതുക്കിയതാ ഇവിടെ ആയിട്ട്. അമ്മ ഭയങ്കര ടയേർഡാണ് ഗായ്സ്. മമ്മി നോക്കൂ ഗൈസ്, റോഡിലെ ആൾക്കാര്. നമ്മൾ അമ്മീനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. അവരും കൂടെ വന്നിട്ടേ നമ്മൾ പൂരം നടക്കുന്നിടത്തോട്ട് പോകാൻ പറ്റൂ. ഗൈസ്, എൻ്റെ സന്തൂർ മമ്മി എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ തായ്ക്കളവിയായി. സാന്ദ്ര ടയേർഡാണ് ഭയങ്കരമായിട്ട്. ജോലിക്കാർ വരുന്നുണ്ട് കടയല്ല. അവരൊക്കെ അമ്മ ഐസ്ക്രീം മേടിച്ചാലും ഗോബി മഞ്ചൂരി മേടിച്ചാലും അല്ലേ അമ്മ? സ്കൂളിൽ നിന്ന് അങ്ങനെ എല്ലാവരോടും ഒന്നിച്ചിറങ്ങുന്നു. ഗൈസ്, നമ്മൾ പൂരം സ്ഥലത്ത് വന്നിട്ടുണ്ട്. താണ്ട മീനാക്ഷിയെ കിട്ടി. മീനാക്ഷി ഭയങ്കര ആൾക്കാർ ഇവിടെ എല്ലാരും വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ പൂരത്തിന് വന്ന് ആനയൊക്കെ നിരന്നിരിക്കുന്നുണ്ട്. ഇത് പുതുകാവിലമ്മ, പുതുകാവ് ദേവിയുടെ തിടമ്പേറ്റി നിൽക്കുന്നത്. തൊട്ട് ഓപ്പോസിറ്റ് തന്നെ താമരക്കുളം മഹാഗണപതി ക്ഷേത്രത്തിലെ ഗണപതിയെ തിടമ്പേറ്റി നിൽക്കുന്നു ഓപ്പോസിറ്റ്. എല്ലാവരും പറയുന്നത് താമരക്കുളവും ഈ പുതുകാവും തമ്മിൽ മത്സരമാണ്. പക്ഷെ അത് നല്ല രസമാണ് കാണാൻ. ഇങ്ങനെ ഓരോന്നിങ്ങനെ ശിവലിംഗം പിന്നെ കൊടിമരമൊക്കെ ഇങ്ങനെ വെച്ച് ആനയുടെ പുറത്ത് വെച്ച് അത് നല്ല രസം. അത് വീഡിയോയിലുണ്ട്, നമുക്ക് കാണാം അതൊക്കെ. അപ്പോൾ നല്ല മീനാക്ഷി അമ്മ അമ്മി എല്ലാവരും കൂടെ ആയിട്ട് ഇങ്ങനെ നിന്ന് ഞങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. ഇങ്ങനെ ഓരോന്ന് ഞങ്ങൾ വായി നോക്കിയപ്പോൾ അമ്മ ഇവർ രണ്ടും ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ചിരിയൊക്കെ ആയിരുന്നു. പക്ഷെ നല്ലതായിരുന്നു എല്ലാം. എന്നത്തെ അത്ര ആളില്ലായിരുന്നു പൂരത്തിൽ, എന്നാലും അത്യാവശ്യത്തിന് ആളുണ്ടായിരുന്നു. പക്ഷെ നല്ലതായിരുന്നു.
എന്ന് വെച്ചാൽ പൂരം കഴിഞ്ഞ് ആനയും ഓരോരോ അമ്പലത്തിലെ ദൈവങ്ങളും ആനകളും എല്ലാം തിരിച്ചു പോകുന്നതാണ്. ഇത് പുതുകാവിലമ്മ ഈ വഴിയാണ് പോയത്. താമരക്കുളം ഗണപതി മറ്റേ നിന്ന വഴി കൂടെ പോകാൻ പറ്റും. അങ്ങനെ അത് ആ വഴി പോയി. എന്ത് രസമാണ് ആനകളെ കാണാനൊരു പ്രത്യേക ചന്തമാണ്. ആനച്ചന്തം എന്ന അമ്മയൊക്കെ അവിടെ എന്നിങ്ങനെ പറയും, ആനച്ചന്തം. പക്ഷെ സത്യമാണ്, ആനയുടെ ഭംഗി വേറെ ഒന്നിനുമില്ല. അത് ഒരു പ്രത്യേക ഫീലാണ്. ഇതിനാണോ നീളം കൂടുതൽ? പൂരം കഴിഞ്ഞ് ഇനി എന്തൊരു മേളം? പഞ്ചവാദ്യോ? പഞ്ചവാദ്യം മേളമുണ്ട്. അത് കാണണമെങ്കിൽ അങ്ങ് പോണം. നമ്മളിങ്ങനെ നടന്നു വരണം. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ച് മുടി വിടാവോ? എൻ്റെ അമ്മയ്ക്ക് ഐസ്ക്രീം ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് മിണാക്ക് കഴിക്കും. എനിക്ക് മാംഗോ ബാർ മതി, ക്രാൻബെറി. അതുകൊണ്ട് നമ്മൾ 3 പേരെ കണ്ടുപിട്ടി. ഹായ്. അയ്യോ, എല്ലാരും ഉണ്ടോ? 3 അല്ല, എല്ലാരും ഉണ്ട്. ഹായ് ഹായ് ഹായ്. ഹായ് പറ, ഹായ് പറ. ഹായ്. അവന്റെ കളിപ്പാട്ടം. ഓ, അമ്മേനെ അച്ഛനെയും കണ്ടിട്ട് സന്തോഷം. സുഖമാണോ? വീഡിയോ യൂട്യൂബ് കണ്ടായിരുന്നോ? ക്ലീൻ ചെയ്തേ ഞങ്ങള് വീട്ടിൽ വരുന്നായിരുന്നു. നമ്മളെ ചേച്ചി വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട്. അമ്മൂന്റെ ചേട്ടത്തി അമ്മ, അതെടുത്ത് പറയണം. അതാ ചേട്ടത്തി അമ്മ. ഈ കുട്ടിയുടെ അമ്മയാന്ന് കണ്ടാ പറയത്തില്ലല്ലേ? എല്ലാരും ചോദിക്കുന്നു ഏത് കോളേജിലാ, അതാ കല്യാണം കഴിച്ചാന്ന് പോലും പറയത്തില്ല. ഈ കൊച്ചിന്റെ അമ്മയാന്ന് പോലും പറയത്തില്ല. ക്ലോസപ്പ് എടുക്കാതെ വൃത്തിയുടെ എടുത്തറിയാം. ചേട്ടാ പറയുന്ന കേട്ടോ, കല്യാണം കഴിച്ചാന്ന് പോലും പറയത്തില്ലെന്ന് കണ്ട. അതാ, അത് ശരിയാ. അതാ വീഡിയോ കാണുന്നതിനെക്കാട്ടി നേരിട്ട് കാണുന്നത് കുറെ കൂടെ. ഈ പെണ്ണിന്റെ വീഡിയോ എടുപ്പ് എന്തൊരടിയായി കുലുക്കി ചെറുപ്പത്തിന് അടിക്കുന്ന. ഓ മൈ ഗോഡ്. പാഷൻ ഫ്രൂട്ട് കൊള്ളാവോ? വലിയ ടേസ്റ്റ് ഇല്ലെന്ന്. ഞാൻ സ്ട്രോബെറിയാ മേടിച്ചത്. എന്റേതാ കൊള്ളാവുന്ന നല്ലത്. വേണോ ഒത്തിരി ടേസ്റ്റ് ചെയ്തേ? സ്ട്രോബെറി കുടി. അതങ്ങനെ അതാ ഞാൻ തിരിച്ചു കൊള്ളേ. നമ്മളെ ടാറ്റ. അമ്മൂമ്മ സബ്സ്ക്രൈബറാ, ഞങ്ങൾ എപ്പോഴും വീഡിയോ കാണുന്നേ മോടെ അമ്മൂമ്മ കേട്ടാ. ഹായ് പറ. ഉത്സവമായിട്ട് ഞങ്ങക്ക് ഉത്സവ പങ്ക് മേടിച്ചു തരാൻ കഷ്ടം. എന്റെ പൊന്നുമോൻ അവിടെ നിന്ന് ഇവിടം വരെ. ചുമ്മാതാണ്. നമ്മള് ഇവിടുന്ന് തിരിച്ചു പോവാൻ പോവാ. അതാ ഇവക്ക് എന്നെ കാണുമ്പോ അതാ കണ്ട അമ്മ ഗൈസ് മറിച്ചിടാൻ നോക്കുന്നു. ഈ മണ്ണടി. നമുക്ക് ബീച്ചിൽ പോയാലാ? അമ്മ
വയ്യ മീനാക്ഷി. ഗൈസ് ഈ മണ്ണിൽ എന്നെ മറിച്ചിടാൻ നോക്കുന്ന. നമ്മള് വണ്ടി നോക്കി നിൽക്കുന്നു. മീനാക്ഷി വണ്ടി ഓടിക്കുക. എന്റെ പൂരം എല്ലാം കഴിഞ്ഞ് മൈതാനമൊക്കെ ഒഴിഞ്ഞ് കണ്ട. ഇപ്പൊ ആളുണ്ട്, എന്നാലും അത്രക്കില്ല. എന്തുവാടെ അനിയത്തിയും ചേട്ടത്തിയും പറയുന്നേ? ഇടും. ഇവിടെ പാട്ട് കിടക്കുന്ന അമ്മ അതിനകത്ത് കളിക്കുന്നു. കളിയമ്മ, ഡാൻസ് കളിയമ്മ, കളിയമ്മ. ഷോർട്സിന് ഇടുവല്ലേ? ഷോർട്സ് കളിക്കുമ്പോ ഇടുവല്ലേ? ഇറങ്ങാൻ മീനാക്ഷിക്ക് ഒരു ശ്രദ്ധയും ഇല്ല. ഭയങ്കര ശ്രദ്ധ കുറവാ. നമ്മൾ തിരിച്ചു പോവുകയാണ്. പോയി 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 കളഞ്ഞു 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 പോയി. ഓ ശ്വാസം വീണേ. നമ്മൾ നല്ല നല്ല വസ്തുക്കൾ രണ്ടുപേരെ വീട്ടിൽ കൊണ്ടിറക്കാവാ. അങ്ങനല്ല പറഞ്ഞു. ഇവള് പറഞ്ഞുണ്ട് 2 വേസ്റ്റുകളെ കൊണ്ടിടാൻ പോകുന്നു. നീ 2 അല്ല 1 വേസ്റ്റ്. ഈ വേസ്റ്റും ആ നല്ല സാധനവും. പിന്നെ തിരക്കി വരല്ലോ അവിടെ. എന്തിനാ? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഇവരെ വീട്ടിൽ ഇറക്കിയിട്ട് തിരിച്ച് നമ്മള് വീട്ടിലോട്ട് പോവും. ഇനി ഈ വട്ടത്തെ പൂരം വലിയ ഗുമ്മില്ലായിരുന്നു. കാരണം ബഹളം കുറവാ. ആ കഴിഞ്ഞ വട്ടം ഭയങ്കര ആള് നല്ല പൂരമൊക്കെ ആയിരുന്നു. നമ്മൾ തൃശ്ശൂർ പൂരത്തിന് പോണം. 19 തൃശ്ശൂർ പൂരം. അയ്യോ നമുക്ക് പോവാൻ പറ്റത്തില്ല കേട്ടോ. എന്തോ ബൈ വേസ്റ്റ്. ശുക്രിയ. നമ്മൾ തിരിച്ചു പോവുകയാണ്. അമ്മ എനിക്ക് എരിവുള്ള എന്തെങ്കിലും തിന്നാൻ മേടിച്ചു തരുമോ അമ്മ? അമ്മ എനിക്ക് വണ്ടി ഓടിക്കാൻ തരുന്നില്ല. എനിക്ക് എന്തെങ്കിലും വേണം. അമ്മക്ക് പുതിയ കൊച്ചിനെ കിട്ടും. ഞങ്ങളില്ലെങ്കിൽ വിഷമോ ചെന്ന് കട്ടിൽ എവിടെയെങ്കിലും ഒതുങ്ങി അങ്ങ് കിടക്കും. ഞങ്ങളുടെ ചുക്കുറുമണിയെ പൊന്നെ നമ്മുടെ വീഡിയോ അതിന്റെ പേട്ടുമാറും. ആ വെച്ചോ, കൈ വെച്ചോ. അയ്യോ കിടന്നടി ഉറക്കം വന്ന് പിച്ചടിച്ചിരിക്കുക. ഉറക്കം വന്നാ എങ്ങനെ നടത്തിയാലും അങ്ങ് ഉറങ്ങിക്കോളും. ഇങ്ങനെ നടന്നാലും ഇങ്ങനെ ആട്ടി കൊടുത്താലും ഉറങ്ങും ഞങ്ങളുടെ. പറ. അപ്പൊ ഞങ്ങളുടെ ഈ ഉത്സവ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഉത്സവല്ല, പൂരം. കൊല്ലം പൂരം എന്നത്തെ പോലെ അടിപൊളിയായില്ല. ഇന്ന് ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു. പോയത് അല്ല, വലിയ ആളില്ലായിരുന്നു. ഈ പൂരം കൊല്ലം പൂരം കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ചെന്നപ്പോ ലേറ്റ് ആയി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് മുത്ത് വരുന്ന മറ്റന്നാ നാളെ അല്ല നാളെ മറ്റന്നാ. മുത്തിന്റെ ദിവസമായ മറ്റന്നാ.